നമസ്തേ. എന്തിനാണ് മനുഷ്യജീവിതം? നാം ജനിച്ചു, പഠിച്ചു, ജോലി ചെയ്തു. ഇതാണോ മനുഷ്യജീവിതത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ? എല്ലാം ഉണ്ടായിട്ടും എന്തോ കുറവ് പോലെ. പണമുണ്ടെങ്കിലും സന്തോഷമില്ല, ബന്ധങ്ങളുണ്ടെങ്കിലും സമാധാനമില്ല, ജീവിതത്തിൽ ഒരുപാട് വിജയമുണ്ടായിട്ടും തൃപ്തിയില്ല. എന്താണ് നമ്മുടെ ജീവിതത്തിന് സംഭവിക്കുന്നത്? എന്തിനാണ് ഈ ജീവിതം എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു ചോദ്യമാണ്. അതല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? ഒരുപക്ഷെ നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരോടോ അറിവുള്ളവരോടോ നമ്മൾ ചോദിക്കുന്നു. ഇത് നമ്മളുടെ മാത്രം ചോദ്യമല്ല, ലോകത്തെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരതത്തിലെ പുരാതന ഋഷീശ്വരന്മാർ ഈ ഒരു ചോദ്യത്തെ പഠിക്കുകയും ഇതിന് വളരെ വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യവും ദിശാബോധവും ഉണ്ടായിരിക്കണം എന്ന് അവർ നിഷ്കർഷിക്കുന്നു. മാത്രവുമല്ല, ഒരു മനുഷ്യ ജീവിതം അപൂർവമാണെന്നും ഏറ്റവും ഉത്തമമാണെന്നും നമ്മുടെ വേദങ്ങൾ പറയുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും സിമ്പിൾ സ്പിരിച്വാലിറ്റി എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനലിൽ വേദാന്ത ദർശനങ്ങളെ വളരെ ലളിതമായ രീതിയിൽ പരിചയപ്പെടുത്തുന്നു. വേദാന്തയുടെ ആഴത്തിലുള്ള സത്യങ്ങളെ ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലൂടെ നോക്കിക്കണ്ട് വ്യക്തമായും കൃത്യമായും വിശദീകരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഞാൻ ആദ്യമേ പറയട്ടെ, ഈ ഒരു ചോദ്യം ആധുനിക ജീവിതത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഇതിന് കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആധുനിക ജീവിതം പൂർണ്ണമായും ബാഹ്യമായ കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തുന്നത്. വേദാന്ത ദർശനത്തിന് വളരെ കൃത്യമായി ഇതിന് ഉത്തരം നൽകാൻ സാധിക്കുന്നുണ്ട്. ആ ഉത്തരമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമ്മളുടെ ഋഷീശ്വരന്മാർ ഒരു മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവും സാമൂഹികവും ആധ്യാത്മികവുമായ എല്ലാ തലങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ബൃഹത്തായ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതിനെ അവർ പുരുഷാർത്ഥം എന്നാണ് വിളിച്ചിരുന്നത്. പ്രധാനമായും ഒരു മനുഷ്യന് ജീവിതത്തിൽ 4 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. നമ്മൾക്കത് ഓരോന്നായി പരിശോധിക്കാം. ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കാമം എന്നാണ്. കാമം എന്ന സംസ്കൃത വാക്കിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും ഈ സന്ദർഭത്തിൽ സുഖം അല്ലെങ്കിൽ പ്ലഷർ, എൻജോയ്മെന്റ്, സുഖങ്ങൾ ആസ്വദിക്കുക. അത് ഇന്ദ്രിയ സുഖങ്ങളാകാം, ശാരീരിക സുഖങ്ങളാകാം, മാനസിക സുഖങ്ങളാകാം, ഏത് തരത്തിലുള്ള സുഖങ്ങളായിക്കോട്ടെ. ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സുഖം ആസ്വദിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ സുഖങ്ങളിലേക്കുള്ള ഒരു യാത്രയല്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലൊരു സുഖം പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ദുഃഖം നാം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ സുഖം തേടുന്നത് മാത്രമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ദുഃഖങ്ങൾ അല്ലെങ്കിൽ അസന്തോഷം കൊണ്ടുതരും. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അർത്ഥം. അർത്ഥം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് പണം എന്നാണ്, അല്ലെങ്കിൽ ധനസമ്പാദനം, സെക്യൂരിറ്റി, ഇതെല്ലാമാണ് സുരക്ഷ, ഇതെല്ലാമാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ലക്ഷ്യം സുഖങ്ങൾ ആസ്വദിക്കുക എന്നാണെങ്കിൽ രണ്ടാമത്തെ ലക്ഷ്യം ആദ്യത്തെ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നതാണ്. നോക്കൂ, നമ്മൾക്ക് എന്ത് സുഖം അനുഭവിക്കണമെങ്കിലും പണം ആവശ്യമാണ്. പണമില്ലാത്ത ഒരു ജീവിതം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അപ്പോൾ രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് വേദാന്തയിൽ പറയുന്നത് പണ സമ്പാദനമാണ്. പക്ഷേ ഈ ലക്ഷ്യത്തിനും ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പണം സമ്പാദിക്കൽ മാത്രമായി നമ്മളുടെ ലക്ഷ്യം ചുരുങ്ങുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഓട്ടമായി തീരുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച്, ഈ 2 ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കും. നമുക്ക് മൂന്നാമത്തെ ലക്ഷ്യം ഏതാണെന്ന് നോക്കാം. അടുത്ത ലക്ഷ്യം ധർമ്മം എന്ന് പറയുന്നു വേദാന്തം. ധർമ്മം എന്ന വാക്കിന് നിയമങ്ങളോ അല്ലെങ്കിൽ ആചാരങ്ങളോ എന്ന് മാത്രമല്ല അർത്ഥം, മറിച്ച് ഈ സന്ദർഭത്തിൽ ശരിയായ ജീവിത രീതി എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ 2 ലക്ഷ്യങ്ങൾ, സുഖം ആസ്വദിക്കുക, പണം സമ്പാദിക്കുക, ഇത് രണ്ടും ധാർമ്മികമായ രീതിയിൽ ആയിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു സുഖം തേടാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ധാർമ്മികമായ രീതിയിലല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, അവര് മയക്കുമരുന്നിനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെടലാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ സത്യത്തിൽ ചെയ്യുന്നത് സുഖം തേടുന്നതാണ് അയാൾ ചെയ്യുന്നത്. പക്ഷേ ആ സുഖം ആത്യന്തികമല്ല, മാത്രമല്ല അത് ധാർമ്മികവുമല്ല. 2, പണം സമ്പാദനം. നമുക്കറിയാം, പല തരത്തിലുള്ള ആളുകൾ പണം സമ്പാദിക്കുന്നു. പലരും അധാർമിക മാർഗങ്ങളിലൂടെ കൊള്ളയും അല്ലെങ്കിൽ
കൈക്കൂലിയും ഈ രീതിയിലെല്ലാം പണം സമ്പാദിക്കുന്നു. പക്ഷേ ഇതിലൂടെ സമ്പാദിക്കുക ധാർമ്മികമല്ലാത്ത സുഖവും ധാർമ്മികമല്ലാത്ത പണസമ്പാദനവും ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം കൊണ്ടുതരും എന്നാണ് വേദാന്തം പറയുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 2 ലക്ഷ്യങ്ങൾ ധാർമ്മികമായ രീതിയിൽ ചെയ്യണം എന്നതുകൊണ്ടാണ് മൂന്നാമത്തെ ലക്ഷ്യം ധർമ്മം ആയി വെച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി 4ാമത്തെ ലക്ഷ്യമാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ 3 ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ 3 ലക്ഷ്യങ്ങൾ, അതായത് സുഖം ആസ്വദിക്കുക, പണം സമ്പാദിക്കുക, ധാർമ്മികമായ രീതിയിൽ ജീവിക്കുക, ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ മനുഷ്യരാശി മുഴുവൻ തന്നെ ചെയ്തു വരുന്നുണ്ട്. പക്ഷെ 4ാമത്തെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ 3 ലക്ഷ്യങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ഈ 3 ലക്ഷ്യങ്ങൾ ബാഹ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നുമ്പോൾ 4ാമത്തെ ലക്ഷ്യം ആന്തരികമായ കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തുന്നത്. നമ്മളുടെ ഋഷീശ്വരന്മാർ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുഖവും സമാധാനവും സന്തോഷവും ആത്യന്തികമായി ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ശാശ്വതമായി ലഭിക്കണമെങ്കിൽ ഈ 3 ലക്ഷ്യങ്ങൾ കൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയവരാണ്. കാരണം ആദ്യത്തെ 2 ലക്ഷ്യങ്ങളിലും നമുക്ക് സുഖം ലഭിക്കുന്നു, പക്ഷെ അത് താൽക്കാലികമാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും സുഖങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവർ 4ാമത്തെ ലക്ഷ്യം പറഞ്ഞിരിക്കുന്നത് മോക്ഷം എന്നാണ്. മോക്ഷം എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം, ഒരു മരണശേഷം ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് ജീവിക്കുമ്പോൾ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒന്നിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിനെ ലിബറേഷൻ എന്ന് പറയുന്നു, എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നു, സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്നു. ഒരു മനുഷ്യന്റെ പരമമായ ലക്ഷ്യം മോക്ഷമാണെന്ന് വേദാന്തം പറയുന്നു. ഒരു മനുഷ്യ ജന്മം ലഭിച്ചത് തന്നെ മോക്ഷത്തിനു വേണ്ടിയാണെന്ന് വേദാന്തം പറയുന്നു. ഇതാണ് രത്ന ചുരുക്കം. ഇനി നമ്മൾക്ക് ഈ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒരല്പം ഒന്ന് വിശകലനം ചെയ്യുന്നു. ആദ്യമായി നമ്മൾ നോക്കുന്നത് ആദ്യത്തെ 2 ലക്ഷ്യങ്ങളാണ്. ഞാൻ പറഞ്ഞ പോലെ 1 പ്ലഷർ, 2 മണി, അതായത് സുഖം ആസ്വദിക്കുന്നു, പണം സമ്പാദിക്കുന്നു. ഈ 2 ലക്ഷ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി സ്വാധീനം ചെലുത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഒരു വല്ലാത്ത ട്രാപ്പിലേക്ക് എത്തിക്കും. എന്താണ് ആ ട്രാപ്പ്? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കാമ ആൻഡ് അർത്ഥ ദ ബിഗ്ഗസ്റ്റ് ട്രാപ്പ് ഓഫ് ഹ്യൂമൻ ലൈഫ്. എങ്ങനെയാണ് ഇത് ട്രാപ്പായി തീരുന്നത്? നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ. സുഖം നമ്മൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യനും സുഖം വേണം. സുഖം ആസ്വദിക്കണമെങ്കിൽ നമ്മൾക്ക് തുല്യമായ പണം സമ്പാദിക്കണം. നമ്മൾ പണം സമ്പാദിക്കുന്നു, സുഖം ആസ്വദിക്കുന്നു, വീണ്ടും കൂടുതൽ സുഖത്തിന് വേണ്ടി കൂടുതൽ പണം സമ്പാദിക്കുന്നു. പണസമ്പാദനത്തിൻ്റെയും സുഖം ആസ്വാദനത്തിൻ്റെയും ഇടയിൽ പെട്ട് നമ്മുടെ ജീവിതം ഒരു ചക്രത്തിൽ എന്ന പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഋഷീശ്വരന്മാർ ഇതിനെ സംസാരം എന്നാണ് പറഞ്ഞത്. സംസാര, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്രം പോലെ ഒന്നിനെ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി അടുത്ത ലക്ഷ്യം, അടുത്ത ലക്ഷ്യത്തിന് വേണ്ടി അടുത്ത ലക്ഷ്യം. സുഖത്തിന് വേണ്ടി പണം സമ്പാദിക്കുന്നു, പണം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സുഖങ്ങളിലേക്ക് പോകുന്നു. ഇത് നമ്മളെ ഒരു വല്ലാത്ത ഒരു ട്രാപ്പിനകത്തപ്പെടുത്തുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ട്രാപ്പിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മോചിതരാവേണ്ടത്? തീർച്ചയായിട്ടും വേദാന്തം ഒരിക്കലും പണം സമ്പാദിക്കരുത് എന്നോ അല്ലെങ്കിൽ സുഖങ്ങൾ ആസ്വദിക്കരുത് എന്നോ പറയുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വേദാന്തം എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായ ഒരു തത്വചിന്തയാണ്. കാരണം ഒരു മനുഷ്യന്റെ അടിസ്ഥാനം, മനുഷ്യ മനസ്സിനെ അറിയുന്ന ശാസ്ത്രമാണ്. ഒരു മനുഷ്യന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ സുഖങ്ങളും പണം സമ്പാദനവുമാണ്. പക്ഷേ വേദാന്തം പറയുന്നത് അതല്ല നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. ഇനിയും 2 ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടാനുണ്ട്. നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കൂ. ഈ ഒരു എൻഡ്ലെസ് ആയിട്ട്, അതായത് ഒരിക്കലും അവസാനിക്കാത്ത ഈ ഒരു ഓട്ടത്തിൽ നിങ്ങളുടെ ജീവിതം കുരുങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കൂ. ശ്രദ്ധയാണ് വേദാന്തം ഇവിടെ നമുക്ക് തരുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ് ചെയ്യേണ്ടതെന്നോ? അതിന് വേദാന്തൻ പറയുന്ന 3ാമത്തെ ലക്ഷ്യമാണ് ധർമ്മം. ധർമ്മം മനുഷ്യനെ ആന്തരികമായി പക്വതയുള്ള ആക്കുന്നു. നമ്മളുടെ അമിതമായിട്ടുള്ള ആർത്തി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ധാർമ്മികമായൊരു ജീവിതം നയിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നു. ധാർമ്മികത നമ്മളുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നു. ധർമ്മമില്ലാതെ കാമവും അർത്ഥവും ബന്ധനങ്ങളായിത്തീരുന്നു. ധർമ്മമുണ്ടെങ്കിൽ കാമവും അർത്ഥവും അതിൻ്റെ ഒരു പരിധിക്ക് മാത്രം നിന്നുകൊണ്ട് നമ്മൾക്ക് മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. കാരണം ഇവിടെ ധർമ്മം എന്ന് പറയുന്നത്, ഇവിടെ കാമം അർത്ഥം എന്ന് പറയുന്നത് ഭൗതികമായ ജീവിതമാണ്. മോക്ഷം എന്ന് പറയുന്നത് ആത്മീയമായ ജീവിതമാണ്. ഈ ഭൗതികമായ ജീവിതത്തിൽ നിന്ന് ആത്മീയമായ ജീവിതത്തിലേക്ക് നമ്മളെ എത്തിക്കേണ്ട ഒരു പാലമായിട്ട് 3ാമത്തെ ലക്ഷ്യമായിട്ടുള്ള ധർമ്മം ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളുടെ 4 ലക്ഷ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. നമ്മൾക്കറിയാം, ഒരു സാധാരണ മനുഷ്യൻ പുരുഷാർത്ഥങ്ങളെക്കുറിച്ചോ വേദാന്തത്തെക്കുറിച്ചോ യാതൊന്നും അറിയാത്തൊരു വ്യക്തിയാണെങ്കിലും ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും സുഖങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി അവൻ എന്തായാലും ശ്രമിക്കും. അപ്പോൾ കാമം അവൻ
അറിയാതെ നോക്കുന്ന അല്ലെങ്കിൽ അറിയാതെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ലക്ഷ്യമാണ്. 2, സുഖം ആസ്വദിക്കാൻ വേണ്ടി അവൻ പണം സമ്പാദിക്കും. സോ രണ്ടാമത്തെ ലക്ഷ്യമായിട്ടുള്ള അർത്ഥം അവൻ അറിയാതെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ്. ഇനി കുറേ പേര് ധാർമ്മികമായ ഒരു ജീവിത രീതി പുലർത്തണം എന്ന് നിഷ്കർഷിക്കുന്നു. അവർ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും ധാർമ്മികമായി എത്തുന്നു. പക്ഷേ നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മളെ എത്തിക്കുന്നത് നമ്മളുടെ അവസാനത്തെ ലക്ഷ്യമായ മോക്ഷത്തിലേക്കാണ്. നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ മോക്ഷത്തിലേക്കാണ്, നമ്മളുടെ പരമമായ ലക്ഷ്യത്തിലേക്കാണ്. ഇനി എന്താണ് മോക്ഷം എന്ന് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നു. മോക്ഷം എന്നത് മരണം കഴിഞ്ഞ് കിട്ടുന്ന സ്വർഗലോകമോ അല്ലെങ്കിൽ റിവാർഡോ അല്ല. നമ്മളുടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ദുഃഖത്തിന്റെ കാരണം ഈ ലോകത്തിലെ പ്രശ്നങ്ങളല്ല, മറിച്ച് നമ്മൾ ആരാണ്, ഞാൻ ആരാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കില്ലാത്തതാണ് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ഇതാണ് വേദാന്തം മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. വേദാന്തം പറയുന്നത് മോക്ഷം നിങ്ങളെ ബന്ധനത്തിൽ നിന്ന് വിമുക്തീകരിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് ബന്ധനം? നമ്മളെ ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ് എന്ന് കരുതുന്നു. ഈ ശരീരമായും മനസ്സായും നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ആഗ്രഹങ്ങൾ തോന്നുന്നു. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇന്ദ്രിയ ആഗ്രഹങ്ങൾ തോന്നുന്നു. ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശാരീരികമായ സുഖങ്ങൾ നമ്മൾ നേടുന്നു. മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാനസികമായ സുഖങ്ങൾക്ക് പിന്നാലെ പായുന്നു. നമ്മളുടെ ഉള്ളിൽ അമിതമായ ആഗ്രഹവും ഭയവും ദുഃഖവും ഉണ്ടാക്കുന്നു. ഇതിനെയാണ് വേദാന്തം ബന്ധനം, ബോണ്ടേജ് എന്ന് പറയുന്നത്. എന്നാൽ മോക്ഷം എന്ന് പറയുന്നത് ഇതിനെ തിരിച്ചറിഞ്ഞ് ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, മറിച്ച് ഞാൻ ബോധമാണ്, ഇതിനെ രണ്ടിനെയും അറിയുന്ന അവയർനെസ് ആണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നു. ഞാനൊരു സാക്ഷി മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മോക്ഷം എന്ന് പറയുന്നത് പുതുതായി ഒന്നും നേടലല്ല, മറിച്ച് നമ്മളുടെ യഥാർത്ഥ രൂപത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനെയാണ് എൻലൈറ്റൻമെന്റ്, സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്നു. മോക്ഷത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മോക്ഷം ഒരിക്കലും ലോകം മാറ്റുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മളുടെ ചിന്താഗതികളെ മാറ്റുന്നു. നമ്മളുടെ ഫോക്കസ്, നമ്മൾ ഇതുവരെ പുറത്ത് ബാഹ്യമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് നമ്മൾ ആന്തരികമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു. ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ഈ ലോകത്തിൽ ഒന്നും നമ്മളെ ബന്ധിപ്പിക്കുന്നില്ല. അർത്ഥമോ കാമമോ നമ്മളെ ബന്ധിപ്പിക്കുന്നില്ല. നമുക്ക് ദുഃഖം വന്നാലും സുഖം വന്നാലും നമ്മുടെ ഉള്ളിലെ സമത്വം അതുപോലെ നിലനിൽക്കുന്നു. ഇതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ മോക്ഷമാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്? കാരണം കാമം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഏത് സുഖവും നിങ്ങൾക്കറിയാം, ബാഹ്യമായ എല്ലാ സുഖങ്ങളും താൽക്കാലികമാണ്. 2, അതിലേക്ക് നമ്മൾ പണം സമ്പാദിക്കുക. അർത്ഥമാകട്ടെ അത് അനിശ്ചിതമാണ്. നമുക്കറിയാം ഇവിടെ പണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ആഗ്രഹമായി മുന്നോട്ട് പോകുന്നു. ധർമ്മം നമ്മളെ ശുദ്ധീകരിക്കുന്നു. പക്ഷേ മോക്ഷം മാത്രമാണ് നമ്മളെ സ്വാതന്ത്ര്യം നൽകുന്നത്. മോക്ഷം മാത്രമാണ് നമുക്ക് സ്ഥിരത നൽകുന്നത്. അതിനാലാണ് വേദാന്തം പറയുന്നത് മനുഷ്യജന്മം മോക്ഷത്തിനു വേണ്ടിയാണ് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു ടോപ്പിക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് എനിക്ക് ഒരേ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയാനുള്ളത്. ഈ ആധുനിക കാലത്തും മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട്, ഇത് വേദാന്തത്തിൽ മാത്രമല്ല ഇന്നത്തെ ആധുനിക സമൂഹത്തിലും മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതൊന്ന് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരു ചിന്തകൻ, വളരെ പ്രമുഖനായ ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം 1943 അദ്ദേഹത്തിന്റെ ഒരു നീഡ് ഹൈറാർക്കി എന്ന് പറഞ്ഞ് ഒരു തിയറി ലോകത്തിന് പരിചയപ്പെടുത്തി. എബ്രഹാം മാസ്ലോ അദ്ദേഹം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് മനുഷ്യന്റെ ആവശ്യങ്ങൾ, അതായത് ജീവിതത്തിലെ ലക്ഷ്യങ്ങളെ അദ്ദേഹം 5 തരംതിരിച്ചിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1943 അദ്ദേഹം ആ തിയറി കൊണ്ടുവന്നത്. അതിന്റെ ആദ്യ ഘട്ടത്തിൽ സുരക്ഷ, ആസ്വാദനം, ആവശ്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നു. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ വേദാന്തത്തിലെ അർത്ഥം കാമത്തിനോട് വളരെ സാമ്യമാണ്. ഋഷീശ്വരന്മാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അർത്ഥം കാമമാണ് എബ്രഹാം മാസ്ലോ ഈ ആധുനിക കാലത്ത് ആസ്വാദനങ്ങളും ആവശ്യങ്ങളായും പറഞ്ഞത്. ഏറ്റവും പ്രധാനമായിട്ട് മാസ്ലോ പറയുന്നത് ഇതിന്റെ അവസാനം, മനുഷ്യ ജീവിതത്തിന്റെ അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ്. അതായത് സ്വയം പൂർണ്ണമായി തിരിച്ചറിയൽ എന്ന ഘട്ടമാണ്. അവിടെ എത്തുമ്പോഴാണ് ഒരു മനുഷ്യജന്മം പൂർണ്ണമാവുന്നു എന്ന് പറയുന്നു. വളരെ വിചിത്രമാണ്, അല്ലെങ്കിൽ വളരെ അത്ഭുതമാണ്. നമ്മളുടെ ഋഷീശ്വരന്മാർ മുന്നേ പറഞ്ഞത് നമ്മളുടെ 4ാമത്തെ ലക്ഷ്യം മോക്ഷം. എന്താണത്? സെൽഫ് ഡിസ്കവറി, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് എബ്രഹാം മാസ്ലോ ആധുനിക ലോകത്ത് പറഞ്ഞപ്പോൾ സെൽഫ് ഡിസ്കവറി എന്ന് പുരാതനമായി എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആധുനിക കാലത്താണെങ്കിലും പുരാതന കാലത്താണെങ്കിലും മനുഷ്യ ലക്ഷ്യങ്ങളെ വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുകയും
അതിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്ന ഒരു ദർശനമാണ് വേദാന്തം. ഇനി ഇതിൽ എബ്രഹാം മാസ്ലോ അദ്ദേഹത്തിന്റെ ഒരു പരിമിതി മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും. എബ്രഹാം മാസ്ലോ സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന ലക്ഷ്യം എന്ന് പറയുന്നു. പക്ഷെ അതിലേക്ക് എങ്ങനെ എത്തിച്ചേരണം എന്ന് അദ്ദേഹത്തിന് പറയുന്നില്ല. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അത്ര ഐഡിയ ഇല്ല. നിങ്ങൾക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. പക്ഷേ മോക്ഷത്തിലേക്ക് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകേണ്ടത്, എന്തൊക്കെ മെത്തഡാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് വേദാന്തം പറയുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ ഋഷീശ്വരന്മാരുടെ പാത പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എത്തിച്ചേരുന്നത് ആത്മസാക്ഷാത്കാരത്തിലാണ്, എൻലൈറ്റൻമെന്റിലാണ്. അതുകൊണ്ട് പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പഴയ ആശയമല്ല, മറിച്ച് ഒരു പുതിയ ആശയത്തിലും ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആശയവുമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം, പുരുഷാർത്ഥങ്ങൾ, ഏറ്റവും അവസാനം മോക്ഷം എന്തുകൊണ്ട് അന്തിമ ലക്ഷ്യമാകുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരിക്കലും ഇതൊരു വിശ്വാസങ്ങളോ അല്ലെങ്കിൽ മതപ്രചരണമോ അല്ല, മറിച്ച് ലളിതമായ വേദാന്ത ചിന്തകളാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.